ആണെങ്കിൽ അത് ചെയ്തുകൊണ്ട് സമാധാനിക്കുക. നിങ്ങൾ ചെയ്ത ഉത്തരവാദിത്വം ഞാനിവിടെ ഏറ്റെടുത്ത് നടത്തും. സൈനൽ എന്ന് പറയുന്ന മഹദിയുടെ സേവനം അറിയാമോ? 1857 സേവനങ്ങളിൽ സ്വന്തം പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ മാത്രം സൈന്യമുണ്ടാക്കി ഈ സമരങ്ങളിൽ പങ്കെടുത്തവരാ. എനിക്ക് ഇങ്ങനത്തെ ഒരു സമയം മതിയാവുമോ ഇത് പറഞ്ഞു തീർക്കാൻ? അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രങ്ങളിലേക്ക് പിറകിലോട്ട് തിരിഞ്ഞു നോക്കിയിരുന്നാലും പിന്നോട്ട് പോയിരുന്നാലും മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം നേതാക്കൾ, മുസ്ലിം സ്ത്രീകൾ, മുസ്ലിം ജനസാമാന്യം അവരാണ് ജിഹാദിന്റെ പേരിൽ, ദാറുൽ ഹർബിന്റെ പേരിൽ, വൈദേശിക ആധിപത്യത്തിന്റെ പേരിൽ അടരാടാൻ ഒരുങ്ങുകയും അതിന് നേതൃത്വം നൽകുകയും ആസൂത്രണം നൽകുകയും അതിന്റെ പേരിൽ ഏറെ അനുഭവിക്കേണ്ടി വരികയും ചെയ്തത്. നിങ്ങൾക്കറിയില്ലേ അഹ്റാറെ മൂവ്മെന്റ്? നിങ്ങൾ കേട്ടിട്ടില്ലേ ഖിലാഫത്ത് മൂവ്മെന്റ്? നിങ്ങൾ കേട്ടിട്ടില്ലേ വഹാബി മൂവ്മെന്റ്? ഇതൊക്കെ എന്താ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രം രൂപപ്പെടുത്തിയെടുത്ത പ്രവർത്തനങ്ങളാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയട്ടെ. അതിന്റെ പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകാൻ വയ്യ. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും കൂടി രൂപീകരിച്ചെടുത്ത ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന ആ സംരംഭം ഇന്ത്യൻ മുസൽമാനിൽ ഉറങ്ങിക്കിടന്നിരുന്ന സ്വാതന്ത്ര്യവാഞ്ചയെ വളർത്തിയെടുക്കാനും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കൂടുതൽ ശക്തമായി രംഗത്തിറങ്ങാനും വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തു. അതൊരു നല്ല മാതൃകയാണെന്ന് കണ്ടെത്തിയ മഹാത്മാഗാന്ധി ആ ശ്രമത്തെ പിന്തുണയ്ക്കുകയും അതിനുവേണ്ടിയുള്ള യാത്രയിൽ മലബാറിൽ വരെ വരാൻ തയ്യാറാവുകയും ചെയ്തു. ചരിത്രമല്ലേ അത്? ഖിലാഫത്തിനെ രക്ഷിക്കാൻ അടരാടണമെന്ന് പഠിച്ച ദേശസ്നേഹമുള്ള മുസൽമാൻ, വിവിധ ദേശങ്ങളിലെ മുസൽമാൻ, ഖിലാഫത്തിന്റെ ഏറ്റവും അധിക തീഷ്ണമായ അനുഭവം ഉണ്ടായത് മലബാറിലായതുകൊണ്ട് ഞാൻ ആ ഭാഗം എടുത്തു പറയുകയാണ്. മറ്റുള്ളവർക്ക് വിഷമമുണ്ടാവില്ലല്ലോ, ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ ഇത്. അവർ ബ്രിട്ടീഷ് ആധിപത്യത്തെ പടപൊരുതി. ആദി മുസ്ലിയാരും ബാക്കിയുള്ളവരുമൊക്കെ അവർക്ക് മനസ്സിൽ ഒന്നേ ചിന്തയുള്ളൂ, ഇത് ഞങ്ങളുടെ ഫർദ് കിഫായ അല്ല, ഫർദ് ഐനായി മാറിയിരിക്കുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുന്ന മാർഗത്തിൽ മരിച്ചാൽ അത് ഷഹീദിന്റെ കൂലിയാണെന്ന് അവർ പഠിച്ചു. ആയുധങ്ങളോ കോപ്പുകളെ പറ്റി ചിന്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവരോട് പിന്തുണക്കുമെന്ന് പറഞ്ഞവരൊക്കെയും വാഗ്ദാനം പാലിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷെ എന്താ മാധവൻ നായർ ചെയ്തതെന്നറിയോ? മാധവൻ നായരെയാണ് കോൺഗ്രസ് ആ കാര്യത്തിന് വേണ്ടി തീരുമാനിച്ചു വെച്ചത്. മാധവൻ നായർ കോഴിക്കോട് വന്ന് കലക്ടർക്ക് കൊടുത്ത റിപ്പോർട്ട് എന്താണെന്നറിയോ? ഈ ലഹള എങ്ങനെയായാലും അടിച്ചമർത്തണം, അതിന് എന്ത് വേണമെങ്കിലും ചെയ്താലും തരക്കെടില്ല. ഒരു വൻ ചതിയുടെ ദുരന്ത ഫലം, വർഗീയതയുടെ ദുരന്ത ഫലം, ചില മേലാടന്മാർ മനസ്സിൽ കൊണ്ടു നടന്ന കുടിലമായ ചിന്തയുടെ ദുർഫലം, അത് മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത് എന്റെയും നിങ്ങളുടെയും പൂർവികന്മാരാ, മുസ്ലിം സമുദായത്തിന്റെ സന്തതികളാ. കൂട്ടക്കുരുതി, കൂട്ടക്കൊല, അന്തമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കുള്ള നാടുകടത്തിൽ, അനാഥകളായ കുട്ടികൾ, പീഡനങ്ങൾക്ക് വിധേയരായ പെണ്ണുങ്ങൾ, ആ കഥ ഉമ്മമാർ പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങളൊക്കെ? ഉത്തരവാദപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവരെ മുഴുവൻ ഞാൻ കുറ്റം പറയില്ല, ഉത്തരവാദപ്പെട്ടവർ കാണിച്ച ഒരു വൻചതി, അതാണ് ഒരു സമൂഹം മുഴുവൻ വേദന കൊടുക്കേണ്ടി വന്നത്. എന്തിനാ ഞാൻ ആ ഭാഗം സ്പർശിച്ചെന്നറിയാമോ? ഇത്രയധികം ജീവനും ഇത്രയധികം ഉയിരും ഇത്രയധികം രക്തവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കൊടുക്കേണ്ടി വന്നത് മുസ്ലിം സമുദായമല്ലാതെ മറ്റൊന്നില്ല എന്നത് ബംഗാളാവട്ടെ, വടക്കൻ പ്രവിശ്യയാവട്ടെ, ഇങ്ങ് മലബാറാവട്ടെ, ഏത് ഭാഗത്തെ പരിശ്രമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും മനസ്സിലാക്കി തരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആ കൂട്ടത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ ഭാഗത്ത് ഏറ്റവും സജീവമായി നിന്നവരുടെ കൂട്ടത്തിൽ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും ഉണ്ടായിരുന്നു എന്നതാണ്. ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ലേബിളിൽ നിന്നുകൊണ്ട്, ഈ തരം ഒരു സദസ്സിൽ ഇരുന്നുകൊണ്ട്, ഒരു മതപരമായ പശ്ചാത്തലത്തിന്റെ ഒരു തീർക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഓഡിറ്റോറിയത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ വലിയൊരു അഭിമാനമുണ്ടതില്. മർഹൂം കെ മൗലവി സാഹിബാണ് കേരളത്തിൽ സംഘടിതമായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തെ കേരളം അറിയുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്നതിനേക്കാളേറെ ഏറ്റവും അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി എന്ന അർത്ഥത്തിലാണ്. ഐക്യസംഘവും കേരള ജമിയത്തുലും കൂടി പുറത്തുവിട്ടിരുന്ന അൽ മുർഷിദ് എന്ന് പറയുന്ന അറബി മലയാളത്തിൽ എഴുതപ്പെട്ടിരുന്ന പ്രസിദ്ധീകരണവും അതുപോലെയുള്ള മറ്റ് പ്രസിദ്ധീകരണങ്ങളുടെയും താളുകൾ ഇപ്പോഴും നഷ്ടപ്പെടാതെ കിടക്കുന്നവ പലരുടെയും കൈകളിലുണ്ടാവും. മറിച്ചു നോക്കൂ, അത് നിറയെ ദേശസ്നേഹമായിരുന്നു, അത് മുഴുവൻ സ്വാതന്ത്ര്യ സമരമായിരുന്നു, അത് മുഴുവൻ ബ്രിട്ടീഷുകാരനെ നാട് കടത്തേണ്ട ജിഹാദിന്റെ ആഹ്വാനങ്ങളായിരുന്നു. അതിന് സഹായകമായ പാഠങ്ങൾ
അതിന് പ്രേരകമായി തീരണമെങ്കിൽ വിശ്വാസപരമായ പരിവർത്തനം ആവശ്യമുണ്ട് എന്നതുകൊണ്ട് തൗഹീദ് ഊന്നി നിന്നുകൊണ്ട് ആ ശ്രമങ്ങളിലേക്ക് ആഹ്വാനം നൽകുകയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗവാക്കായ വഹാബി മൂവ്മെന്റിന്റെയും സലഫി മൂവ്മെന്റിന്റെയും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെയും പിൻതലമുറക്കാരാവാൻ ഭാഗ്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ, ഇത് തിരിച്ചറിയാൻ ഭാഗ്യം സിദ്ധിച്ചു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുള്ളതോടുകൂടി തന്നെയാണ് ഇത് പങ്കുവെക്കുന്നതെന്ന് അർത്ഥം. എൻ്റെ ആ ഭാഗം അവസാനിക്കുകയാണ്. ഒന്ന് ഓടിയതാണ് ഞാൻ, അത്രേ സാധിക്കൂ. എന്ന് വെച്ചാൽ ചരിത്രപരമായി പരിശോധിച്ചാലും മുസൽമാനോളം ദേശസ്നേഹവും ദേശക്കുറവും ത്യാഗവും ചെയ്ത മറ്റൊരു വിഭാഗത്തെ കാണാൻ കഴിയില്ല. ഇത് ഞാൻ അവതരിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ലെന്ന് എനിക്കറിയാം. ഗ്രന്ഥക്കെട്ടുകൾ കൊണ്ടുവന്ന് വെച്ച് അതിലെ ഉദ്ധരണികൾ ഓരോന്നായി നിങ്ങളുടെ മുമ്പിൽ വായിച്ച് ഇതാ കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വേണം. അത് ഈ സമയം മതിയാവില്ലല്ലോ. അതുകൊണ്ടാണ് ഈ നിലക്ക് പറഞ്ഞു വരുന്നത്. ഞാനൊരു പുതിയ തീസിസും അവതരിപ്പിച്ചിട്ടില്ല. പക്ഷേ നാം അറിയാതെ പോയ ചില സത്യങ്ങളുടെ ചില ഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് വിരൽ ചൂണ്ടിയതാ. ആ ചൂണ്ടിയ വിരൽ ഞാൻ ഒന്നുകൂടി ചൂണ്ടട്ടെ. ഇന്ത്യയിലെ ഭൂരിപക്ഷ വിഭാഗമോ ഹൈന്ദവരോ ഉണ്ടാക്കി തീർത്ത തുടങ്ങിവെച്ച ആസൂത്രണം ചെയ്ത ഒരു സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിലേക്ക് മുസൽമാൻ പതുക്കെ കയറി വരികയല്ല ഉണ്ടായതെന്നും മുസ്ലിങ്ങളും മുസ്ലിം സമുദായത്തിലെ പണ്ഡിത നേതൃത്വവും തുടങ്ങി വെക്കുകയും ത്യാഗങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ഒരു ദേശസ്നേഹ പ്രവർത്തനത്തിന്റെ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് ഹൈന്ദവർ അറച്ചു നിന്നപ്പോൾ അവരെ പതുക്കെ മുസ്ലിങ്ങൾ കൂട്ടിക്കൊണ്ടുവരികയാണ് ഉണ്ടായത് എന്നതുമാണ് നിഷേധിക്കാനാവാത്ത ചരിത്ര ഗ്രന്ഥങ്ങളുടെ പശ്ചാത്തലമുള്ള വസ്തുത എന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും മുസൽമാന്റെ മസ്തിഷ്കത്തെ, ഭാരതത്തിലെ മുസൽമാന്റെ മസ്തിഷ്കത്തെ ചലിപ്പിക്കണമെന്ന അപേക്ഷയാണ് ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. ഇത് നിങ്ങളുടെ തലയിൽ വെച്ച് അവസാനിപ്പിച്ചാൽ പോരാ, മക്കൾക്ക് പകർന്നു കൊടുക്കണം. ഈ പാരമ്പര്യത്തിന്റെ മഹിമ, ഈ മഹിമയുടെ മഹത്വം അത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് അപേക്ഷ കൂടി ചെയ്യുകയാണ് ഞാൻ. ഇനി എനിക്ക് സ്പർശിക്കേണ്ട ഒരു ഭാഗമുണ്ട്. മുസ്ലിങ്ങള് ദേശസ്നേഹത്തെക്കുറിച്ച് സംശയമുണ്ടാക്കാനിടയായ മറ്റൊരു വശം മുസ്ലിങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്ന ഈ തീവ്രവാദ ശ്രമങ്ങളാണ്. അതൊരു വിശാലമായ ഒരു വിശകലനത്തിന് ഒരുങ്ങുകയല്ല ഞാൻ. പകരം നാം തിരിച്ചറിയുക, അവർ ചെയ്ത തിന്മയുടെ, നമ്മുടെ സമൂഹത്തിലെ ഈ സാധുക്കൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ, പടച്ചവന്റെ പക്കലുള്ള പാപത്തിന്റെ അളവ് എത്രയാണെന്നും അത് ഈ സമൂഹത്തിനുണ്ടാക്കി തീർക്കുന്ന അനർത്ഥങ്ങളുടെ ആഴം എത്രയാണെന്നും തിരിച്ചറിയാൻ വേണ്ടി ബഹുമാനപുരസരമാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനോ അത് വിശദീകരിക്കാനോ ഒരു അവസരം കൂടി നൽകുമ്പോഴാണ് ഇത് നീതിയാവുക എന്ന ബോധം എനിക്കുണ്ട്. പക്ഷേ ഇവിടെ നമുക്കതിന് സൗകര്യങ്ങളില്ലല്ലോ. നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരാം, നിങ്ങളുടെ വിശദീകരണങ്ങൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാട് പഠിക്കാൻ സാധിച്ചത് ഇതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദമുണ്ടായത് ഇന്നല്ല, ഇന്നലകളിലല്ല, വളരെ പിറകിലാണ്. അത് തുടങ്ങി വെച്ചവർ പറഞ്ഞത് ഇന്ത്യയിലെ മുസൽമാന്റെ ബാധ്യത ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാക്കലാണ് എന്ന്. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്ത്യയിലെ സർക്കാരിന്റെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കൾ പഠിക്കാൻ പാടില്ല, ഒരു സർക്കാർ ഉദ്യോഗവും വഹിക്കാൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പാടില്ല, കോടതികളിൽ ഹാജരാവാൻ പാടില്ല. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തരം ജീവിക്കേണ്ടി വരുന്ന മുസ്ലിം സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ ദീനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതര മതസമുദായങ്ങൾ മുസൽമാന്റെ ദേശസ്നേഹത്തെ സംശയത്തോടെ നോക്കിയാൽ അതിനവരെയാണോ കുറ്റപ്പെടുത്തേണ്ടത്? ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ സമയമാവുമ്പോഴേക്ക് ഈ വാദങ്ങൾ ഉന്നയിച്ചവർ ഒരുപാട് ദൂരം പിറകോട്ട് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അവരിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഉദ്യോഗങ്ങൾ വഹിക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താവുന്നിടത്തോളം ചങ്കൂറ്റമായിട്ടില്ലെങ്കിലും ആരെയൊക്കെയോ അന്ധമായി പിന്തുണക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അത്രയെങ്കിലും ഖൈർ. പക്ഷെ നിങ്ങൾ തൗബ ചൊല്ലിയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വെച്ച അനർത്ഥത്തിന്റെ അലയൊലികൾ ഇനിയും അവസാനിച്ചിട്ടില്ല. എനിക്കവിടെ സംശയിക്കുന്നവരോട്, ചോദിക്കുന്നവരോട് പറയാനുള്ളൊരു വാക്കുണ്ട്. ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക ഭരണം വേണമെന്ന് മുദ്രാവാക്യം പറയുകയും എഴുതിക്കൂട്ടുകയും